അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, അതായത് ഒരു വശത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവി, മറുവശത്ത് ഈ അവസരത്തിൽ ഘടകകക്ഷികളെ പിണക്കാനാവില്ലെന്ന അവസ്ഥ. പക്ഷേ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ പറയുന്നത് അത് എല്ലാ കാലത്തും CPM ഘടകകക്ഷികളെ ആവോളം സ്നേഹിച്ചിട്ടുണ്ട്, അർഹമായത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ ഈ തീരുമാനം അസാധാരണമല്ലാതെ മറ്റെന്താണ്? അല്ല, അതിലൊരു തമാശയുണ്ട്. CPMൻ്റെ കൂടെ പോയ ഘടകകക്ഷികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഓരോരുത്തരെടുത്ത് പരിശോധിക്കും. RJD എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജനതാദൾ എസ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഈ ജനതാ പാർട്ടി, പഴയ സോഷ്യലിസ്റ്റ് പാർട്ടി, ഒരു കാലത്ത് മലബാറിൽ വളരെ ശക്തിയുണ്ടായിരുന്നു, മധ്യ തിരുവിതാംകൂറിൽ വളരെ ശക്തിയുണ്ടായിരുന്നു, അതോടൊപ്പം തെക്ക് അങ്ങ് തിരുവിതാംകൂറിലും നല്ല ശക്തിയുള്ളൊരു പ്രസ്ഥാനമായിരുന്നു. ആ സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾക്കറിയാം. 1-2 MLA-മാരുള്ള 2-3 ഗ്രൂപ്പായി. അവർക്ക് രാജ്യസഭാ സീറ്റില്ല, ലോകസഭാ സീറ്റ് കൊടുക്കാറില്ല. ആ പഴയ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ഏതാണ്ട് നാമാവിശേഷമായി. ഇനി CPI, എന്താ CPIൻ്റെ അവസ്ഥ? CPI 4 സീറ്റിൽ മത്സരിക്കാറുണ്ടായിരുന്നു. പണ്ടൊക്കെ 2-3 ലോക്സഭാ സീറ്റുകൾ കിട്ടിയിരുന്നു. ഇപ്പോൾ CPI കേരളത്തിൽ ലോകസഭയിൽ ജയിക്കാത്ത, എനിക്ക് തോന്നുന്നത് 3ാമത്തെ തെരഞ്ഞെടുപ്പോ 2ാമത്തെ തെരഞ്ഞെടുപ്പാണ്. അതോടൊപ്പം CPIയുടെ MLA-മാരുടെ എണ്ണത്തിലുണ്ടായ പതുക്കെ ഉണ്ടാവുന്ന അതിൻ്റെ താഴോട്ടുള്ള പോക്ക്, ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി CPM ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നും ലോകസഭയിലേക്ക് പോകാത്ത ആളെ അയക്കാത്തൊരു പാർട്ടിയായി. 2 തവണയായി തമിഴ്നാട്ടിൽ നിന്നാണ് പോകുന്ന ആൾ. തമിഴ്നാട്ടിലെ സ്ഥിതി നമുക്കറിയാം. DMK-യുടെ ചിഹ്നത്തിൽ മത്സരിക്കാത്ത ഒരു സാഹചര്യം, അത്രയേ ഉള്ളൂ. DMK-യുടെ മുന്നണിയിൽ ആ DMK എന്ന പാർട്ടിയുടെ മാത്രം കൃപ കൊണ്ട് ജയിച്ചു പോകുന്നൊരു സാഹചര്യം. ബംഗാളിൽ CPI ഇല്ല, ത്രിപുരയിൽ CPI ഇല്ല, അവിടെ CPM ഇല്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് CPIക്കുള്ളത്. ഇങ്ങനെ പണ്ട് കാലത്ത് CPMൻ്റെ കൂടെ ഉറച്ചു നിന്ന പാർട്ടികൾ, ഇനിയിപ്പോൾ RSP എന്താ, ഒരു കഷ്ണം UDFൻ്റെ കൂടെ പോയി, ഇവരുടെ കൂടെ നിന്ന കഷ്ണം, ആ കഷ്ണത്തിന് ഇപ്പോൾ ലോക്സഭയിൽ ആരുമില്ല, നിയമസഭയിൽ 1-2 ആളുണ്ട്, അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം അവരും ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് പണ്ട് കാലത്ത് ഇടതുമുന്നണിയിൽ നിന്നിരുന്ന പല ഘടകകക്ഷികളും ഇന്ന് ഇല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക, വളരെ ശുഷ്കമായ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ആ മുന്നണിയിൽ തുടരുന്നിടത്തോളം കാലം അവരുടെ ഗ്രാഫ് താഴോട്ടാണ്. അവർ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. പിന്നെ ഇപ്പോൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ CPM ചെറിയ സമ്മർദ്ദത്തിലാണ്. കാരണം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 1 സീറ്റാണ് കിട്ടിയത്, ഇത്തവണ 1 സീറ്റാണ് കിട്ടിയത്. കഴിഞ്ഞ തവണ ഒരു ആശ്വാസമുണ്ടായിരുന്നു, 2019 കോൺഗ്രസ് മുന്നണിക്കാണ് കിട്ടിയത്. ഇത്തവണ ആശ്വാസമല്ല, ഭയങ്കര ബേജാറുണ്ട്. കാരണം 20 സീറ്റിൽ 1 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിരിക്കുകയാണ്. അത് വലിയ ഒരു ബേജാറുണ്ടാക്കിയിട്ടുണ്ട്. 20% വോട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടതു മുന്നണിയിൽ ഉണ്ടായിട്ടുള്ള കനത്ത രാഷ്ട്രീയ തിരിച്ചടിയിൽ ആ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഘടകകക്ഷികളെയൊക്കെ കൂടെ നിർത്തി മുന്നണി സജീവമാക്കി മുന്നോട്ട് പോകേണ്ടത് ഒരു രാഷ്ട്രീയപരമായ ഗതികേട് കൂടിയാണ്. അതുകൊണ്ടാണ് അവർ 2 സീറ്റും ഘടകകക്ഷികൾക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. പിന്നെ ജോസ് കെ മാണിയുടെ പാർട്ടി അറിയാലോ, ആ പാർട്ടി ഇപ്പോൾ ലോക്സഭയിലും തോറ്റിരിക്കുകയാണ്. കോട്ടയത്ത് അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ലോകസഭയിൽ അവരില്ലാത്തൊരു സാഹചര്യത്തിൽ രാജ്യസഭയിലും കൂടി ഇല്ലെങ്കിൽ ആ പാർട്ടി തന്നെ കേരളത്തിൽ പിന്നെ നിയമസഭയിൽ മാത്രം 1-2 സീറ്റുള്ളൊരു പാർട്ടിയായി മാറും. കാരണം ജോസ് കെ മാണിക്ക് ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പാർട്ടി നേതാവിന് MLA ആവും, മുഖ്യമന്ത്രി അല്ല മന്ത്രി ആവാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ പാർട്ടിയും വലിയ ഒരു ഗതികേടിലാണ്. ഇതുകൊണ്ടൊക്കെ സർവൈവ് ചെയ്യാനുള്ള, നിലനിന്ന് പോകാനുള്ള ഒരു എന്താ പറയുക പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില നടപടികൾ.